ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു സഞ്ജയ് എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുന്നുണ്ട് അയാളുടെ അച്ഛൻ്റെ പേരിൽ പുതുതായിട്ടൊരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള വർക്കുകളൊക്കെ ചന്ദ്രിക ഏൽപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നാളെ തന്നെ വന്നിട്ട് അതിനുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ആ ഒരു വിഷമകരമായ ഘട്ടത്തിലും ചന്ദ്രിക പറയുന്നുണ്ട്, ശരി ഞങ്ങൾ നാളെ തന്നെ വന്നോളാം. അപ്പോൾ പെട്ടെന്ന് അയാൾ സേഠ്ജിയോട് ചോദിക്കുകയാണ്, അല്ല സേഠ്ജി, നിങ്ങൾക്ക് എങ്ങനെ ചന്ദ്രികയെ അറിയാം? ചന്ദ്രികയാണ് ഈ വീട് ലേലത്തിലെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അത് സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്, സേഠ്ജി സഞ്ജയോട് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് അയാളോട് പറയുകയാണ്, സർ, ഇതെൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് കെട്ടിയുണ്ടാക്കിയ വീടാണ് സർ. ഈ വീടിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാതെ ഈ മേഘ ഈ വീട് പണയം വെച്ചു. മേഘയെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ചന്ദ്രിക സഞ്ജയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് വീട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുഴുവൻ പണവും ഒന്നിച്ചു കൊടുക്കാതെ സേഠ്ജി ഈ വീട് ഞങ്ങൾക്ക് തരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അതെ സർ, 4,51,00,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഈ വീട് ലേലത്തിനെടുത്തത്. 3,90,00,000 രൂപയോളം ഞങ്ങൾ ചെയ്തു. ബാക്കി 60 ലക്ഷം ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല സർ. പക്ഷേ ഞങ്ങൾ സേട്ടിൻ്റെ അടുത്ത് 3 മാസത്തെ അവധി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സേട്ട് അതിന് സമ്മതിക്കുന്നേ ഇല്ല സർ. ആ ഒരു കാരണം പറഞ്ഞ് ഇദ്ദേഹം വീട് അടുത്തതായി വാങ്ങിയിരിക്കുന്ന ഈ സുന്ദർജി എന്ന് പറയുന്ന ആൾക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് സർ. അവരുടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്ന ആ ഒരു സങ്കടം സഞ്ജയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അയാൾ സേഠ്ജിയെ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക സങ്കടത്തോടെ പറയുന്നുണ്ട്, സർ, ഈ വീട് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ വെറും ഒരു വീട് മാത്രമായിരിക്കാം, എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്ഷേത്രമാണ് സർ. അവരുടെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സങ്കടം നിഴലിക്കുന്നത് സഞ്ജയ് കാണുന്നുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് ചന്ദ്രിക പറയുന്നുണ്ട്, ഇത് വിട്ടുകൊടുക്കാൻ മനസ്സ് തന്നെ വരുന്നില്ല സർ. നിങ്ങൾ പറ്റുമെങ്കിൽ സേട്ടിനോടൊന്ന് സംസാരിക്കൂ. അപ്പോൾ സഞ്ജയ് ഒന്നും പറയാതെ സേട്ടിനെ നോക്കുകയാണ്. മേഘയാണെങ്കിൽ പേടിയോടെയാണ് നിൽക്കുന്നത്. ഇനി ഒരു പക്ഷേ അവർ ചന്ദ്രികയെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സേട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് ചന്ദ്രിക, സഞ്ജയ് സാറ് എൻ്റെ നല്ല ഫ്രണ്ടാണ്. പക്ഷെ ഒരിക്കലും ഇദ്ദേഹം എൻ്റെ ബിസിനസ്സിൽ കൈകടത്തുകയേ ചെയ്യില്ല. ഈ വീട് നിങ്ങൾക്കല്ല, ഞാൻ സുന്ദർജിക്കാണ് കൊടുക്കാൻ പോകുന്നത്. വീണ്ടും പരാജയം തന്നെയാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് ചന്ദ്രികയ്ക്ക് കുടുംബത്തിനും അത് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴാണ് മേഘയ്ക്ക് സമാധാനമായത്. അപ്പോഴേക്കും സേഠ്ജി സഞ്ജയോട് പറയുന്നുണ്ട്, രജിസ്ട്രേഷനുള്ള സമയമായി, ഞങ്ങൾ പോവുകയാണ് സഞ്ജയ് സർ. അങ്ങനെ അയാൾ സുന്ദറിനെയും ബാക്കിയുള്ള ആൾക്കാരെയും കൂട്ടിയിട്ട് പോവാൻ നോക്കുമ്പോഴേക്കും പിന്നീന്ന് സഞ്ജയ് വിളിക്കുന്നുണ്ട്, സേഠ്ജി, ഒന്ന് ഇങ്ങോട്ടേക്ക് വരൂ. പറയൂ സർ. ചന്ദ്രിക നിങ്ങൾക്ക് 60 lakhs കൂടിയാണ് തരാനുള്ളത് അല്ലേ? അതെ സഞ്ജയ് സർ, ആ എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം. സഞ്ജയ് പറഞ്ഞത് കേട്ടതും ചന്ദ്രിക ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം അവൾക്ക് കേട്ടത് വിശ്വസിക്കാനായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഞെട്ടിയത് മേഘയും മുത്തശ്ശിയും മനോഹരനുമായിരുന്നു. കാരണം അങ്ങനെ ഒരു ടെസ്റ്റ് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചന്ദ്രികയെ സഹായിക്കാൻ വേണ്ടി അവസാന നിമിഷം ഒരു രക്ഷകൻ എത്തുന്നുള്ളത്. സിദ്ധാർത്ഥിനും മഹേന്ദ്രനും ലക്ഷ്മിക്കൊക്കെ ആ കേട്ടത് വിശ്വസിക്കാനാവാതെ സന്തോഷത്തിലാണ് അവരുണ്ടായിരുന്നത്. ഈ വീട് ഇവർക്ക് തന്നെ കൊടുത്തേക്ക്, സഞ്ജയ് സേഠ്ജിയോട് പറയുകയാണ്. അപ്പോൾ തൊഴുകയോടെയാണ് ചന്ദ്രികയും കുടുംബവും സഞ്ജയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. മേഘയാണെങ്കിൽ നിരാശയോടെ നിൽക്കുകയാണ്. മേഘ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ മനോഹരനെ നോക്കി നിൽക്കുന്നുണ്ട്. അയാൾക്കും ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ സേട്ട് സഞ്ജയോട് ചോദിക്കുകയാണ്, സഞ്ജയ് സാർ, നിങ്ങൾ എന്തിനാണ് ഇവരെ? അപ്പോൾ സഞ്ജയ് പറയുന്നുണ്ട്, ഞാൻ ഈ എമൗണ്ട് ഇവർക്ക് സൗജന്യമായിട്ട് കൊടുത്തതൊന്നുമല്ല. ഇനി അങ്ങോട്ട് എൻ്റെ റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് വേണ്ടുന്ന എല്ലാ ഡ്രസ്സുകളും ഇവരാണ് തയ്ക്കാൻ വേണ്ടി പോകുന്നത്. പണം കൊടുത്തതിനേക്കാളും മേഘയെ ഞെട്ടിച്ചത് ആ ഒരു ന്യൂസായിരുന്നു. കാരണം ഇത്രയും വലിയൊരു വർക്ക് ചന്ദ്രയ്ക്ക് കിട്ടുക എന്നുള്ളത് മേഘയ്ക്ക് സഹിക്കാനാവുന്ന കാര്യമായിരുന്നില്ല. മുത്തശ്ശിക്കും ആകെ നിരാശയോടെയാണ് നിൽക്കുന്നത്. ചന്ദ്രികയാണെങ്കിൽ അവസാന നിമിഷം വന്ന ആ ദൈവത്തിനെ നോക്കിക്കൊണ്ട് കൈകൂപ്പി നിൽക്കുവാണ്. പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി അമിതമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം നമുക്കൊപ്പം നിൽക്കുന്നു പറഞ്ഞതുപോലെയാണ്. 1 രൂപ പോലും കയ്യിലില്ലാതെയാണ് ചന്ദ്രിക ഇറങ്ങി തിരിച്ചത്. എന്നിട്ടും അവൾക്ക് ആ വീട് കിട്ടിയത് ആ ഒരു ദൈവനിശ്ചയവും അതുപോലെ തന്നെ അവളുടെ ആ ഒരു പ്രയത്നവും കൊണ്ടായിരുന്നു. അപ്പോൾ സഞ്ജയ് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണം അവർക്ക് കൊടുക്കുന്നത്. അത് കേട്ട സമയത്ത് ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനൊക്കെ ഒത്തിരി സന്തോഷമാവുകയാണ്. കാരണം ഏത് മുഖാന്തരമാണെങ്കിലും അവർക്ക് ആ വീട് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അത് തരുന്ന ആൾ തീർച്ചയായിട്ടും അവർക്ക് വലിയ പ്രിയപ്പെട്ട ആൾ തന്നെയാണ്. പക്ഷേ മേഘ ആകെ നിരാശയോടെ നിൽക്കുന്നത്. മേഘ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്, അയ്യോ, ചന്ദ്രയ്ക്ക് കിട്ടുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല.
അതേ അവസ്ഥയിൽ തന്നെയാണ് മുത്തശ്ശിയും മനോഹരനൊക്കെ. കാരണം ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ വീട്ടിൽ നിന്നും ഇറങ്ങി കൊടുക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ മേഘയും സിദ്ധാർത്ഥമൊക്കെ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് സഞ്ജയ് പറയുന്നുണ്ട്, ചന്ദ്രിക ഡോണ്ട് വറി, നിങ്ങൾ സേട്ടിന് കൊടുക്കാനുള്ള ബാക്കി 60 ലക്ഷം രൂപ ഞാൻ കൊടുത്തോളാം. അത് കേട്ട സമയത്ത് ചന്ദ്രിക നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിൽക്കുകയാണ്. എല്ലാ റെഡിമെയ്ഡ് ഡ്രസ്സുകളും സ്റ്റിച്ച് ചെയ്യാനുള്ള ഓർഡർ ഞാൻ നിങ്ങൾക്ക് തന്നെ തരാം. ചന്ദ്രികയ്ക്കാണെങ്കിൽ 2 ലോട്ടറി ഒന്നിച്ചടിച്ച സന്തോഷമായിരുന്നു. അതിനുള്ള കോൺട്രാക്റ്റ് നാളെ തന്നെ ഒപ്പിടാൻ വേണ്ടി നിങ്ങൾ വരണം എന്നൊക്കെ സഞ്ജയ് അവരോട് പറയുന്നുണ്ട്. ചന്ദ്രികയും സിദ്ധുവും എല്ലാം സന്തോഷത്തോടു കൂടിയാണ് സമ്മതിക്കുന്നത്. മഹേന്ദ്രനും ലക്ഷ്മിക്കൊക്കെ സ്വർഗം കിട്ടിയ സന്തോഷമാണ്. ചെറിയ മലർക്കുട്ടിക്ക് പോലെ ഒത്തിരി സന്തോഷമാവുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ്റെ വീട് തിരിച്ചു കിട്ടുന്നത് ഓർത്തിട്ട്. അതേസമയം മേഘയാണെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ട് അയാൾ കൊടുക്കുന്നതും പോരാഞ്ഞ് എല്ലാ വർക്കുകളും ചന്ദ്രികയ്ക്കാണോ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ആവലാതിയോടെയാണ് നിൽക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് സർ, ചന്ദ്രിക കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല ചന്ദ്രിക, അദ്ദേഹവും പറയുന്നുണ്ട്. അപ്പം നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പിക്കൊണ്ട് മഹേന്ദ്രൻ പറയുകയാണ്, ദൈവത്തെ പോലെ അവസാന നിമിഷം വന്നിട്ട് നിങ്ങൾ ചെയ്തത് വലിയൊരു ഉപകാരമാണ് സർ. ഒരുപാട് നന്ദിയുണ്ട് സർ, മരണം വരെ ഞങ്ങൾ നിങ്ങളെ മറക്കുകയേ ഇല്ല, അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മേഘ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ സഞ്ജയ്ക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജയ് സേഠ്ജിയോട് പറയുന്നുണ്ട്, സേഠ്ജി വീടിൻ്റെ ആധാരവും ഡോക്യുമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും ഇവർക്ക് കൊടുത്തേക്ക്. നിങ്ങൾക്ക് ഈ വീടൊരു ബിസിനസ് ആയിരിക്കും, പക്ഷേ ഇവർക്ക് ഈ വീട് ഒരു ക്ഷേത്രമാണ്. അയാൾ ചന്ദ്രികയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അപ്പോൾ സേഠ്ജിയും പറയുന്നുണ്ട്, ഓക്കെ സഞ്ജയ് സാർ, നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എനിക്കെന്താ പിന്നെ ഉള്ളത്. അപ്പം മേഘ ദേഷ്യത്തോടെയും അരിശത്തോടെയും തലതാഴ്ത്തി നിൽക്കുകയാണ്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് മേഘയ്ക്ക് ഒരു എത്തും പിടിയോ ഇല്ല. അതേ അവസ്ഥയിൽ തന്നെയാണ് മുത്തശ്ശിയും മനോഹരനൊക്കെ. അപ്പോൾ സേഠ്ജി ചന്ദ്രികയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള 3,90 ലക്ഷം രൂപ എനിക്ക് തന്നേക്ക്, ബാക്കിയുള്ള എമൗണ്ട് ഞാൻ സഞ്ജയ് സാറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചോളാം. പണം സ്യൂട്ട് കേസിലാണ് ഉള്ളത് സേഠ്ജി, ഇന്നാ എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്യൂട്ട് കേസും സേഠ്ജിയെ ഏൽപ്പിക്കുകയാണ്. അയാളാണെങ്കിൽ അയാളുടെ അനുചരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇതാ ഈ സ്യൂട്ട് കേസൊക്കെ എടുത്ത് കാറിൽ കൊണ്ടുപോയി വെച്ചിട്ട് പണം കൃത്യമായിട്ടുണ്ടോ എന്ന് എണ്ണി തിട്ടപ്പെടുത്ത്. അയാൾ പണം എണ്ണാൻ പോകുന്ന സമയത്ത് മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ പോയി, എല്ലാം പോയി. മേഘയും വാ പൊത്തി നിൽക്കുകയാണ്. കാരണം സേഠ്ജി സമ്മതിച്ചല്ലോ, ചന്ദ്രികയുടെ പണവും വാങ്ങിപ്പോയി. ചന്ദ്രികയാണെങ്കിൽ സന്തോഷത്തോടു കൂടി അമ്മയും അച്ഛനെയും സിദ്ധുവിനെയും മലറിനെയൊക്കെ നോക്കുകയാണ്. അവരും എല്ലാവരും നിറഞ്ഞ കണ്ണുകളോട് സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ മനോഹരൻ ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി ദൈവം നിങ്ങൾക്ക് പണി തന്നു എന്നാണ് തോന്നുന്നത്, നിങ്ങളുടെ നേർച്ച ഫലിച്ചതേ ഇല്ലല്ലോ ചേച്ചി. ഛേ, മുത്തശ്ശിയും പറയാണ്. മേഘയും ആകെ തോറ്റ അവസ്ഥയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ മനോഹരൻ ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി ദൈവം നല്ല ആൾക്കാർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കും, എന്നാൽ അവരെ കൈവിടില്ല. പക്ഷേ ദുഷ്ടന്മാർക്ക് ഒരുപാട് കൊടുക്കും, എന്നാൽ അവസാന നിമിഷം അവരെ കൈവിടും. അപ്പോൾ മേഘ ഇങ്ങനെ ദേഷ്യത്തോടെ അമ്മാവനെ നോക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി അതുപോലെ തന്നെ എടാ എന്തൊക്കെയാണ് നീ പറയുന്നതെന്നുള്ള അർത്ഥത്തിൽ നോക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങളെ കൈവിട്ടിരിക്കുകയാണ് ദൈവം, മര്യാദയ്ക്ക് വായ് പൂട്ടി നിന്നോ, ഇല്ലെങ്കിൽ നിന്റെ വായിൽ ഞാൻ തീക്കൊള്ളി കൊണ്ട് കുത്തും. ചേച്ചി പറഞ്ഞു കേട്ടപ്പോൾ മനോഹരൻ ഞെട്ടുകയാണ്. അതേസമയം സഞ്ജയ് ചന്ദ്രികയെ സമാധാനിപ്പിക്കുകയാണ്, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിങ്ങളെ വീട് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും സേഠ്ജി പണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി ഡോക്യുമെൻറ്റ്സുമായിട്ട് ചന്ദ്രികയുടെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക ഈ ഡോക്യുമെൻറ്റിൽ ഒന്ന് സൈൻ ചെയ്യൂ. ചന്ദ്രിക അഭിമാനത്തോടെയും സന്തോഷത്തോടെയും സിദ്ധാർത്ഥിനെയും അച്ഛനെയും അമ്മയും ഒക്കെ നോക്കിയിട്ട് ആ ഡോക്യുമെൻ്റ് വാങ്ങിയിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്ന പ്രകാരം, അതായത് 3 ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്നാണ് അതിന് മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നത്. അന്നും അവൾ സൈൻ ചെയ്തതാണ്. അതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് ആ പണം കൊടുത്തതിന് തെളിവായിട്ട് സൈൻ ചെയ്ത് അത് കൊടുക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും താൻ തോറ്റു എന്നുള്ളത് മേഘ ദൂരെ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. കാരണം അന്ന് ചന്ദ്രിക സൈൻ ചെയ്ത് അത് കൊടുത്തതും ഇന്ന് പണം മുഴുവനായിട്ട് കൊടുത്തതിന് ശേഷം ചന്ദ്രിക വീണ്ടും സൈൻ ചെയ്തിട്ട് ആ വീട് അവളുടെ പേരിലേക്ക് ആക്കിയതും മേഘയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൾ തലതാഴ്ത്തിയിട്ടാണ് നിൽക്കുന്നത്. ചന്ദ്രിക ഏറ്റെടുത്ത വലിയൊരു ദൗത്യം അവൾ വിജയകരമായി പൂർത്തീകരിക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിക്ക് ദൈവത്തിന് നന്ദി പറയണമെന്ന് തോന്നുവാണ്. അവർ കൈകൾ കൂപ്പി ദൈവത്തിന് നന്ദി സ്മരിക്കുന്നുണ്ട്. ആ സമയത്ത് സേഠ്ജി വീണ്ടും ഒരുപാട് പേപ്പറുകളൊക്കെ ചന്ദ്രികയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിലൊക്കെ ചന്ദ്രിക സൈൻ ചെയ്തിട്ട് സേഠ്ജിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ കുറച്ച് മാറി നിൽക്കുന്നുണ്ടായിരുന്ന മേഘയെ നോക്കിയിട്ട് സേഠ്ജി വിളിക്കുകയാണ്, മേഘ ഇങ്ങോട്ട് വാ. മേഘ അടുത്ത് വന്ന സമയത്ത് അയാൾ മേഘയ്ക്കൊരു ഡോക്യുമെൻ്റ് എടുത്തു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ എനിക്ക് പലിശക്ക് പണം വാങ്ങിക്കുന്ന സമയത്ത് തന്ന ഡോക്യുമെൻ്റാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്, ഇത് നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് കൊടുത്തേക്ക്, അതാണ് പ്രൊസീജിയർ.
അപ്പോൾ മേഘ കണ്ണുകളൊക്കെ ഇങ്ങനെ ആകെ ഇടുങ്ങിയ നിലയിൽ ചന്ദ്രികയെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു. സേഠ്ജി ആണെങ്കിൽ മേഘയുടെ കൈകൾ കൊണ്ട് തന്നെ അത് ചന്ദ്രികയ്ക്ക് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട സമയത്ത് സിദ്ധാർത്ഥിനും ചന്ദ്രികയ്ക്കൊക്കെ ഒരു അഭിമാനവും അതുപോലെ തന്നെ ചിരിയും പരിഹാസവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ചന്ദ്രികയാണെങ്കിൽ ഒന്നും കൂടുതലായിട്ട് പറയാതെ മേഘയെ തന്നെ നോക്കി നിൽക്കുകയാണ്. മേഘയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അവൾ തോറ്റു എന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും വിട്ടുകൊടുക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശിയും ആകെ കുശുമ്പോടെ നിൽക്കുകയാണ്. മേഘയുടെ കൈകൊണ്ട് അത് ചന്ദ്രികയ്ക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള ഗതികേട് കൊണ്ട്. അപ്പോൾ മഹേന്ദ്രൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക എന്തിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്, ആദ്യം അത് വാങ്ങിക്കാം ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ചന്ദ്രിക അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ അമ്മയെ ചതിച്ചിട്ടാണ് മേഘ ഈ സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങിയത്. അതുകൊണ്ട് അമ്മയ്ക്ക് തന്നെ മേഘ ഇത് കൊടുക്കട്ടെ. ചന്ദ്രിക ഒരു വാശിയോടെയാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ മുത്തശ്ശി ഇങ്ങനെ വാ പൊത്തി നിൽക്കുന്നുണ്ട് ചന്ദ്രികയുടെ ആ ഒരു സമയത്തുള്ള ആ ഒരു തീരുമാനം കേട്ടിട്ട്. ചന്ദ്രികയുടെ തീരുമാനം തീർത്തും ശരിയാണെന്നുള്ള അർത്ഥത്തിൽ മഹേന്ദ്രനും തലയാട്ടുകയാണ്. അപ്പോൾ ലക്ഷ്മിയാണെങ്കിൽ മകളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ ചന്ദ്രികയോടുള്ള ദേഷ്യം മുഴുവൻ ഇങ്ങനെ മനസ്സിൽ നിറച്ചുകൊണ്ട് മുഖത്തത് എത്തിയിട്ടാണ് ചന്ദ്രികയെ നോക്കുന്നത്. ചന്ദ്രികയാണെങ്കിൽ മേഘയോടുള്ള വാശിയോടെ നിൽക്കുകയാണ്. കാരണം തൻ്റെ അച്ഛനെയും അമ്മയും ചതിച്ചിട്ടാണല്ലോ അവൾ ഇതൊക്കെ നേടിയത് എന്നുള്ളൊരു ദേഷ്യത്തിൽ. അമ്മ നിങ്ങൾ വന്നിത് വാങ്ങിക്കൂ അമ്മ. ചന്ദ്രിക അമ്മയെ നോക്കിയിട്ട് സഹതാപത്തോടെ പറയുകയാണ്. മഹേന്ദ്രനും പറയുന്നുണ്ട്, ലക്ഷ്മി ചെന്നത് വാങ്ങിക്കേ. അപ്പോൾ ലക്ഷ്മിയാണെങ്കിൽ അഭിമാനത്തോടെയും അതേസമയം മേഘ ചതിച്ചതിലുള്ള ആ ഒരു നിരാശബോധത്തോടും കൂടിയാണ് പോകുന്നത്. ലക്ഷ്മിക്ക് സത്യം പറഞ്ഞ മേഘയോട് ഇപ്പോഴും സ്നേഹം ഉണ്ടായിരുന്നു. അവർ മേഘയെ സഹതാപത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ മേഘയാണെങ്കിൽ ആകെ തോറ്റ് നാണം കെട്ട അവസ്ഥ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ സേഠ്ജി പറയുന്നുണ്ട്, ഇന്നു മുതൽ ഈ വീട് ചന്ദ്രികയ്ക്ക് സ്വന്തമാണ്. അതുകൂടി കേട്ടതോടെ മേഘ ആകെ തകർന്നു പോവുകയാണ്. അവൾ സേഠ്ജിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സേഠ്ജി പറയുന്നുണ്ട്, ഡോക്യുമെൻ്റ് കൊടുത്തോളൂ. മേഘ അതൊന്നുകൂടി ആ ഡോക്യുമെൻ്റൊക്കെ നോക്കിയിട്ട് സേഠ്ജിയെ നോക്കിക്കൊണ്ട് ലക്ഷ്മിക്ക് നേരെ ആ ഡോക്യുമെൻ്റ് നീട്ടുകയാണ്. അമ്മ ആ ഡോക്യുമെൻ്റ് വാങ്ങിക്കുന്ന ആ ഒരു കാഴ്ച കണ്ണുകൊണ്ട് കാണുന്നതിനനുസരിച്ച് ചന്ദ്രികയുടെ കണ്ണ് നിറയുകയും അവൾക്ക് അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥും മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അങ്ങനെ അവസാനം മേഘയുടെ കൈകൾ കൊണ്ട് തന്നെ അത് ലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി ആ ഒരു ഡോക്യുമെൻ്റ് വായിച്ചു നോക്കുന്നുണ്ട്. മുത്തശ്ശിയൊക്കെ ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. മേഘയും അതേ അവസ്ഥയിൽ തന്നെയാണ്. അതേസമയം ഡോക്യുമെൻ്റ് കിട്ടിയ ലക്ഷ്മിക്കാണെങ്കിൽ കണ്ണുകളിങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചന്ദ്രികയും അഭിമാനത്തോടെയും അമ്മയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സിദ്ധാർത്ഥിന് ചന്ദ്രികയെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ ആ ഒരു ദൃഢനിശ്ചയമൊക്കെ ആലോചിച്ചപ്പം വല്ലാത്തൊരു സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. കാരണം അത്രയേറെ ആ ലേലം വിളിക്കുന്ന സമയത്ത് ചന്ദ്രികയെ തടഞ്ഞതാണല്ലോ താൻ എന്നൊക്കെ ആലോചിച്ചിട്ട് മലരും നന്നായിട്ട് പുഞ്ചിരിക്കുന്നുണ്ട്. ലക്ഷ്മിയാണെങ്കിൽ ആ വീട്ടിലേക്കും അതേപോലെ തന്നെ ആ ഡോക്യുമെൻറ്റിൽ മാറി മാറി നോക്കിയതിനു ശേഷം ചന്ദ്രികയെ നോക്കുവാണ്. ചന്ദ്രിക നിറഞ്ഞ കണ്ണുകളോടെ അമ്മയ്ക്ക് കണ്ണു ചിമ്മി കാണിച്ചു കൊടുക്കുന്നുണ്ട് സന്തോഷത്തിൽ. അപ്പോൾ മഹേന്ദ്രൻ പറയാണ് മകളോട്, ചന്ദ്രിക നീ വിചാരിച്ചതുപോലെ തന്നെ നീ നേടി മോളെ. നിന്നെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുവാണ് മോളെ. അതുകൂടി കേട്ടപ്പോൾ മേഘ ദേഷ്യത്തോടെ കാലി തുള്ളി അകത്തേക്ക് കയറി പോവുകയാണ്. അവൾക്ക് പിന്നാലെ മുത്തശ്ശിയും മനോഹരനും പോകുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ ചന്ദ്രികയ്ക്ക് അഭിനന്ദനം പറയുകയാണ്. ചന്ദ്രിക കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾക്ക് നിങ്ങളുടെ വീടും തിരിച്ചു കിട്ടി, പുതിയ പ്രൊജക്റ്റും കിട്ടി, സന്തോഷമായില്ലേ? സഞ്ജയും ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ നന്ദിയൊക്കെ പറഞ്ഞിട്ട് സഞ്ജയോട് പറയാണ്, ഒരുപാട് സന്തോഷമുണ്ട് സർ. ചന്ദ്രിക നാളെ മറക്കാതെ ഓഫീസിലേക്ക് വരണം തീർച്ചയായും. എങ്കിൽ പിന്നെ ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് സഞ്ജയ് പോകുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ സേഠ്ജിയും അയാളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആളും ഒക്കെ അവിടുന്ന് പോവുകയാണ്. അവരെല്ലാവരും പോയതിനു ശേഷം വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് ലക്ഷ്മി തൻ്റെ മകളുടെ തലയിൽ തലോടുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രിക നിന്നെ എങ്ങനെയാണ് അഭിനന്ദനം നിനക്ക് അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല മോളെ. എന്താ അച്ഛാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചന്ദ്രിക അച്ഛനെ നോക്കുവാണ്. ഞാനെന്തോ കഷ്ടപ്പെട്ടിട്ട് ഈ വീട് ഉണ്ടാക്കിയതുപോലെയാണല്ലോ അച്ഛൻ പറയുന്നത്. ഈ വീട് ഉണ്ടാക്കിയത് നിങ്ങളാണ്. അതെ, പക്ഷേ ഞാൻ ഈ വീട് ഉണ്ടാക്കിയപ്പോൾ പോലും എനിക്ക് ഇത്ര അഭിമാനം തോന്നിയിട്ടില്ല. പക്ഷേ ഈ വീട് നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും നീ നേടിയെടുത്തപ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുവാണ് മോളെ. അത് ശരിക്കും ഒരു സന്തോഷം നിറഞ്ഞൊരു നിമിഷം തന്നെയായിരുന്നു. കാരണം ഒരിക്കലും നേടാനാവില്ല എന്ന് കരുതി ആ ഒരു വീടാണ് ചന്ദ്രിക സ്വന്തമാക്കിയത്. അപ്പോൾ മലരി സന്തോഷത്തോടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഹായ്, ഇപ്പോൾ നമ്മളെല്ലാവരും ആ വലിയ വീട്ടിലേക്ക് മാറാൻ പോവാണോ അമ്മ? അത് കേട്ട് ലക്ഷ്മിയും മഹേന്ദ്രനും സിദ്ധാർത്ഥമൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക മകളുടെ കവിളിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, അതേടാ മലർക്കുട്ടി, നമ്മളെല്ലാവരും ഇനി ആ വലിയ വീട്ടിലാണ് പോകാൻ പോകുന്നത്. ചന്ദ്രിക മലറിൻ്റെ നെറ്റിയിൽ ഉമ്മ വെക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും ആ വലിയ വീട്ടിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സിദ്ധാർത്ഥിനോട് ചന്ദ്രിക പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് സിദ്ധു സർ. ചന്ദ്രിക നന്ദി പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത കാര്യത്തിന് വില കുറച്ച് കാണല്ലേ. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, സിദ്ധു പറഞ്ഞത് ശരിയാണ് മോളെ. സിദ്ധു വേറൊരാളോ അന്യനോ അല്ല, മൂന്നാമതൊരാളല്ല, നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണ്.
അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, നിനക്കായിട്ട് ജനിച്ചവനാണവൻ. അത് കേട്ട സമയത്ത് സിദ്ധാർത്ഥ് സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ചന്ദ്രികയെ നോക്കുന്നത്. ചന്ദ്രിക ഒന്നും പറയുന്നില്ലെങ്കിലും അവൾ കണ്ണു തുടക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഏട്ടാ നമുക്ക് ആദ്യം തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മുടെ വീടിൻ്റെ ഡോക്യുമെൻ്റ് പൂജിച്ചിട്ട് വരാം ഏട്ടാ. തീർച്ചയായും. മഹേന്ദ്രനും അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥും ചന്ദ്രികയും പരസ്പരം നോക്കുവാണ് സന്തോഷത്തോടെ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.